കാലവർഷം വീണ്ടും ശക്തമായതോടെ സംസ്ഥാനത്ത് പലയിടത്തും കനത്ത നാശനഷ്ടം. കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ വൻമരം കടപുഴകി സമീപത്തുള്ള വീട് തകർന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി തുടരുകയാണ്. മലപ്പുറം കോട്ടയ്ക്കലിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു. പുതുപ്പറമ്പിൽ സലീമിന്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞത്. കൊട്ടാരക്കര ഇരണ്ണൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് വെസ്റ്റ് ഏളേരി പഞ്ചായത്തിലെ കാറ്റാം കവല ഉന്നതിയിലെ 22 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മറ്റ് 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കനത്തോടെ നെയ്യാർ ഡാമിൻ്റെ ഷട്ടറുകൾ 80 സെൻറ്റിമീറ്റർ ഉയർത്തി. ശ്രീജിത്ത്, ജിഷാദ്, വിനീഷ്, സാരംഗ്, ബൈജു എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം ബൈജുവിലേക്കാണ്. ബൈജു, കാസർഗോഡ് കാര്യമായ മഴയുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. പൊതുവെ എങ്ങനെയാണ് വടക്കൻ ജില്ലകളുടെ അവസ്ഥ? രഞ്ജിത്തെ, തുടർച്ചയായ ദിവസങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. അതോടൊപ്പം ശക്തമായി വീശിയടിക്കുന്ന കാറ്റും ഉണ്ട് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഏതായാലും ഇപ്പോൾ മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഉരുൾപൊട്ടൽ സാധ്യത പല മേഖലകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഇപ്പോൾ വെസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിൽ പറമ്പ 9-ാം വാർഡിൽ 22ഓളം ആളുകളെ അവിടെ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൊട്ടടുത്ത് പറമ്പ ഗവൺമെന്റ് LP സ്കൂളിലേക്കാണ് ഇവരെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ടത് ദക്ഷിണ കന്നഡ ജില്ലയിലാണ്. കനത്ത മഴയാണ് മംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉള്ളത്. അല്പസമയം മുമ്പ് കങ്കരാടിയിൽ സുവർണ ലൈനിന് സമീപം ഒരു കൂറ്റൻ മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ മതിൽ ഇടിഞ്ഞ് റോഡിലേക്കാണ് വീണത്. ആ സമയത്ത് ഭാഗ്യത്തിന് ഏതെങ്കിലും യാത്രക്കാരോ അത് വാഹനയാത്രക്കാരോ ഒന്നും തന്നെ ഇല്ലാത്തത് വൻ ദുരന്തം ഒഴിവായി. ഇവിടെ 2 ഇലക്ട്രിക് പോസ്റ്റുകളും ഇതുപോലെ തകർന്നിട്ടുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ മഴ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും ഒപ്പം ഈ ദക്ഷിണ കന്നഡ ജില്ലകളിലും ഉണ്ട് എന്നതാണ്. അതോടൊപ്പം തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. ഉയർന്ന തിരമാല സാധ്യതയുണ്ട്, ഒപ്പം ശക്തമായ കാറ്റുണ്ട്. നമുക്കറിയാം ട്രോളിംഗ് നിരോധനമാണ്. ചെറുവള്ളങ്ങളിലൊക്കെ ഈ മത്സ്യബന്ധനത്തിനായി പോകുന്നുണ്ട്. അത്തരം പ്രവർത്തികൾ ഒരു കാരണവശാലും പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ടൂറിസം മേഖല എല്ലാം അടച്ചിട്ടിട്ടുണ്ട്. കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ ടൂറിസം മേഖലകളിൽ ഇത്തരത്തിൽ മുന്നറിയിപ്പുണ്ട്. ഏതെങ്കിലും കാരണവശാൽ തുറന്ന് പ്രവർത്തിക്കരുത്. പ്രത്യേകിച്ച് റാണിപുരം, മലയോര മേഖലകളിലെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന റാണിപുരം, ഇവിടെയൊക്കെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. രഞ്ജിത്ത്, അതാണ് കാസർഗോട്ടെ സാഹചര്യം. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ മലപ്പുറം, തിരുവനന്തപുരം വരെ പാലക്കാട് വരെ ഓറഞ്ച് അലേർട്ടുണ്ട്. അത്തരത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിനീഷ് കൊട്ടാരക്കരയുണ്ട് കൊല്ലത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനീഷ്, കൊല്ലത്തും കാര്യമായി മഴ സംഭവിക്കുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? ശക്തമല്ലെങ്കിൽ തന്നെയും ഇടവിട്ട് പെയ്യുന്ന മഴ വലിയ രീതിയിൽ ശക്തമായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. ഈ ജലാശയങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നതാണ് വലിയ രീതിയിൽ ആശങ്കയ്ക്ക് ഇപ്പോൾ വകവച്ചിരിക്കുന്നത്. കൊല്ലം പള്ളിക്കലാറിന്റെ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ ആനേടി സ്റ്റേഷൻ പരിധിയിലാണ് ഈ പള്ളിക്കൽ നദി കടന്നു പോകുന്നത്. ഇതിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ട്. യാതൊരു കാരണവശാലും നദിയിൽ ഇറങ്ങുകയോ നദി മുറിച്ച് കടക്കാനോ പാടില്ല എന്നും അതുപോലെ തന്നെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രളയ
സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറി താമസിക്കേണ്ടി വരും എന്നുള്ളൊരു നിർദ്ദേശവുമാണ് നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ കൊട്ടാരക്കര 200 ഭാഗങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു വീട് ഭാഗികമായും തകർന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പത്മകുമാരി അമ്മ എന്നു പേരുള്ള ഒരു വൃദ്ധമാതാവിന്റെ വീടാണ് തകർന്നത്. വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് വലിയ ദുരന്തത്തിലേക്ക് എത്തിയില്ല രഞ്ജിത്ത്. എന്തായാലും ജില്ലയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കിഴക്കൻ മലയോര മേഖലകളിലാണ് കൂടുതൽ മഴ ശക്തമായി പെയ്യുന്നത്. അച്ചൻകോവിൽ, തെന്മല, കുളത്തൂപ്പുഴ തുടങ്ങിയ മേഖലകളിൽ മഴ ശക്തമാണ്. അതുപോലെ തന്നെ തീരദേശത്തേക്ക് വരുവാണെങ്കിലും കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് കൊല്ലത്തെ സാഹചര്യം അതാണ്. കോട്ടയത്തേക്ക് കൂടി ഒന്ന് പോകണം. കോട്ടയത്ത് നദികളൊക്കെ കരകവിയുന്ന പശ്ചാത്തലമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീജിത്ത്, കോട്ടയത്ത് കാര്യമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് വിവിധ മേഖലകളിലെ അവസ്ഥ? നാശനഷ്ടം എന്ന് പറയുമ്പോൾ ഒരു മരം വീണ്, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് പാതയിൽ ചുങ്കത്ത് പാലത്തിന് സമീപം ഉണ്ടായിരുന്ന വലിയ മരം കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടി 6:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോഴും മരം പൂർണ്ണമായും വെട്ടി നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയ മരമാണ്, അതിൻ്റെ ഒരുപാട് ശിഖരങ്ങളുള്ള മരമാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതം ഇവിടെ അല്പം തടസ്സപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ മേവള്ളൂർ, അതായത് വൈക്കത്തിന് സമീപം മേവള്ളൂരിൽ ഒരു കോഴി ഫാമിന്, മധു എന്ന ആളുടെ കോഴി ഫാമിന് മുകളിലേക്ക് മരം വീണ് ഏതാണ്ട് 200ഓളം കോഴികൾ ചത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. നദികളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെയാണ്, പക്ഷെ അപകട നിലയിലേക്ക് വെള്ളം എവിടെയും എത്തിയിട്ടില്ല. അതായത് നദി കരകവിഞ്ഞൊഴുകുന്നു എന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. പക്ഷേ മഴ തുടർന്നാൽ അതൊരു ദുരിതം ആയി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി അതിശക്തമായ മഴ പെയ്തു. രാവിലെയും ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചു സമയമായി മഴ മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് കോട്ടയത്ത് പൊതുവെ കാണാൻ സാധിക്കുന്നത്. ഈ ജാഗ്രതാ നിർദ്ദേശം ഈ കിഴക്കൻ മേഖലയിലടക്കം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ ഉണ്ട്. എടുത്തു പറയേണ്ടത് ഈ ഖനനം ഉൾപ്പെടെ നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ്. 17-ാം തീയതി വരെയാണ് ഓറഞ്ച് അലർട്ട്. അതാണ് കോട്ടയത്തെ സാഹചര്യം. ശ്രീ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നമുക്ക് യൂസഫ്